പെടലിക്കുണ്ടാകുന്ന ഏത് തരത്തിലുള്ള അസ്വസ്ഥതയ്ക്കും, അത് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ആവാം, സ്പോണ്ടിലോസിസ് ആവാം, പെടൽ ഇടറിയതാവാം, എന്തിനും അതിന് തീവ്രത എത്രയാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ MRIയോ എക്സ്റേയോ ഒക്കെ എടുക്കേണ്ടി വരും. അതിന് പറ്റുന്ന അതിൻ്റെ ആവശ്യമില്ല പൊതുവേ. അതുകൊണ്ട് നമുക്ക് അതിനെ ചികിത്സിക്കാൻ പറ്റിയതായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ തള്ളവിരലിൻ്റെ ഭാഗമാണ്. ഈ മടക്ക് മുതൽ താഴെ ഈ എല്ല് മുഴച്ച് നിൽക്കുന്നിടം വരെയുള്ള ഭാഗം, ഇത്രയും ഭാഗം അത് 3 വശത്തും അമർത്തണം. അത് ഇപ്പോൾ ഇവിടെ മേളിൽ നിന്ന് ഒന്ന് അമർത്തിപ്പിടിക്കുക. 5 മുതൽ 10 സെക്കൻഡ് വരെ അമർത്തിപ്പിടിക്കുക. അതിനുശേഷം വിരലയക്കുക. വീണ്ടും അതിൻ്റെ താഴെ, വീണ്ടും അതിൻ്റെ തൊട്ട് താഴെ ഈ എല്ല് മുഴച്ച് നിൽക്കുന്നിടം വരെ. അത് ഇതിലെ 1, 2, 3, 4, 5 തവണയെങ്കിലും മേളിൽ നിന്ന് താഴോട്ട് ഈ സ്ഥലം മുഴുവൻ കവർ ചെയ്യണം. തിരിച്ച് താഴേന്ന് മേളിലോട്ടും അതുപോലെ തന്നെ കവർ ചെയ്യണം. ആ ഏരിയ മുഴുവൻ പലതവണ ആവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പെടലിയുടെ അസ്വസ്ഥത പരിപൂർണമായിട്ടും മാറിക്കിട്ടും. പെടൽ തിരിക്കാനൊക്കെ പ്രയാസമുള്ളവർ കാണും. അതൊക്കെ വളരെ എളുപ്പം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇങ്ങനെ ഒന്ന് നക്കിൾ, ഈ 2 വിരൽ ചേർത്ത് നക്കിളെന്നാണ് പറയുന്നത്, അതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് തിരിക്കുക. മേലോട്ടും താഴോട്ടും ഇങ്ങനെ വലിക്കുക. എന്നിട്ട് അവസാനം ഇങ്ങനെ ശക്തിയിൽ വലിച്ചു വിടുക. പെടലിയുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഓക്കെ, എല്ലാവർക്കും നന്മകൾ നേരുന്നു.